നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായ്, കൊല്ലം, തിരുമുല്ലാപുരം, പത്തവല അനുഗ്രഹയിൽ ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യ എന്ന സി ദിവ്യ ഭർത്താവ് എന്ന 40 വയസ്സുള്ള ചന്ദ്രന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത് ഈ ഇടയ്ക്കായിരുന്നു. തിരുവനന്തപുരം നിയമ സ്വദേശിയാണ് യുഗേഷ് എന്ന ഈ ചെറുപ്പക്കാരൻ. 43 വയസ്സാണ് ഇദ്ദേഹത്തിന്. കേസിന്റെ വിചാരണ ദുബായ് കോടതിയിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. താൻ ഭാര്യയെ കുത്തിക്കൊന്നതാണെന്ന് പ്രതി കോടതിയിൽ സമ്മതിച്ചിട്ടുമുണ്ട്. വിദ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊന്നത് എന്നായിരുന്നു മൊഴി. ഇത് സംബന്ധിച്ച് തനിക്ക് വിദ്യയുടെ മാനേജറുടെ SMS ലഭിച്ചതായും അദ്ദേഹം പറയുന്നു. 2019 സെപ്റ്റംബർ 9 കേസിനാസ്പദമായ ഈ സംഭവം നടന്നത്. ഓണം ആഘോഷിക്കുവാൻ വിദ്യ നാട്ടിലേക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു ഈ കൊല. സംഭവ ദിവസം രാവിലെ അൽഗൂസിലെ കമ്പനി ഓഫീസിലെത്തിയ യുഗേഷ് വിദ്യയെ പാർക്കിങ്ങിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. മാനേജറുടെ മുമ്പിൽ വിദ്യയെ യുഗേഷ് ആലിംഗനം ചെയ്തത് സംബന്ധിച്ചായിരുന്നു തർക്കം. തുടർന്ന് യുഗേഷ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് 3 പ്രാവശ്യം വിദ്യയെ കുത്തി കൊല്ലുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നു കളഞ്ഞ ഇയാളെ മണിക്കൂറുകൾക്കകം ജബലലിയിൽ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിനടുത്ത് നിന്ന് കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിരുന്നു. 16 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതിൽ പിന്നെ യുഗേഷ് വിദ്യയെ പലതും പറഞ്ഞ് പീഡിപ്പിക്കുകയായിരുന്നു. ഭാര്യയെ സംശയമുണ്ടായിരുന്നതാണ് ഇവരുടെ ദാമ്പത്യം തകരുവാനും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുവാനും കാരണമായത്. പീഡനം സഹിക്കാനാവാതെ വിദ്യ നാട്ടിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്വരച്ചേർച്ചയില്ലായ്മ ഇവരെ കൗൺസിലിംഗിനും വിധേയമാക്കാൻ സാധിച്ചിരുന്നു. കൊലയ്ക്ക് 1 വർഷം മുമ്പായിരുന്നു വിദ്യ ജോലി തേടി UAE-ലെത്തിയത്. യുഗേഷ് വിദ്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തെ ജോലി രാജിവെച്ചാണ് ഇങ്ങനെ ഇവർ എത്തിയത്. വിദ്യ അറിയാതെ അവരുടെ സ്വത്ത് പണയം വെച്ചായിരുന്നു വായ്പ എടുത്തിരുന്നതെന്ന് സഹോദരൻ വിനയ് ചന്ദ്രൻ ആരോപിക്കുന്നു. ദുബായ് അൽഗൂസിലെ ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു ഫിനാൻസ് വിഭാഗത്തിൽ ഇവർ ജോലി ചെയ്തത്. 10-11 ക്ലാസ് വിദ്യാർത്ഥികളായ 2 പെൺമക്കളാണ് ഇപ്പോൾ വിദ്യയ്ക്കും ഉള്ളത്. ഇവർ വിദ്യയുടെ മാതാപിതാക്കളോടൊപ്പം നാട്ടിലാണ് താമസിച്ചു വരുന്നത്. അമ്മ ഓണം ആഘോഷിക്കുവാൻ തങ്ങളോടൊപ്പം എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇരുവരും. എന്നാൽ കണ്ണുനീരിന്റെ കയ്പുനീർ നിറഞ്ഞ ഓണമായിരുന്നു അവർക്ക് ഇത്തവണ ഉണ്ണേണ്ടി വന്നത്. കൊലയ്ക്ക് 1 മാസം മുമ്പ് യുഗേഷ് സന്ദർശന വിസയിൽ UAE-ൽ എത്തുകയായിരുന്നു. 3 പ്രാവശ്യം വിദ്യയെ കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും വിദ്യയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല. മൃതദേഹം ആദ്യം കണ്ടത് ഓഫീസ് ഡ്രൈവറാണ്. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യയെ ഏറെ നേരമായിട്ടും തിരിച്ചു വരാത്തത് കാണാത്തതിനാലാണ് താൻ ഏറെ നേരം മൊബൈലിലേക്ക് വിളിച്ചതെന്നും മറുപടി ലഭിച്ചില്ലെന്നും കമ്പനി മാനേജർ കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു. തുടർന്ന് ഓഫീസ് ഡ്രൈവറെ അന്വേഷിക്കുവാൻ പറഞ്ഞയച്ചു. ഇപ്പോഴാണ് വിദ്യ പാർക്കിൽ കുത്തേറ്റ് കിടക്കുന്നത് ഇദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ മാനേജറെ വിളിച്ച് കാര്യം പറയുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. എന്തായാലും മാർച്ച് 2 ഈ കേസിന്റെ വിചാരണ തുടരുവാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.